എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴയൊക്കെയാണ്. എന്നാലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോകണം. വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. രാമചന്ദ്രനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കൊടുക്കുക. ഞാനിവിടെ ഡെർമാക്കോഡ് ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ അത്യാവശ്യം സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നാണ്. എല്ലാ പ്രോഡക്റ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എങ്കിലും ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് സൺസ്ക്രീൻ മസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഈ കൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്. അതുകൊണ്ടാണ് വീണ്ടും വാങ്ങി ഉപയോഗിച്ചത്. സൺസ്ക്രീന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് വേണം പുറത്തൊക്കെ ഇറങ്ങാൻ. ചിലർ പറയും വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നാൽ പോലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറയും. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. എങ്കിലും സൺസ്ക്രീൻ എപ്പോഴും ഇടുന്നത് നല്ലത് തന്നെയാണ്. സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ബ്ലെൻഡാവും. വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ അടുത്തായി പൗഡർ ഇടാൻ പോവുകയാണേ. ഞാനിവിടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബേബി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ 4 വശത്തായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തേച്ചിങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് തൂത്ത് കൊടുക്കുവാണേ. ഇതിപ്പോൾ ഇടുമ്പോൾ തന്നെ ഒരു മാറ്റം വരും. ഈ ഒരു പൗഡറും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടുമ്പോൾ തന്നെ മുഖത്തിനൊരു പ്രത്യേകിച്ചൊരു മാറ്റം വരും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഐബ്രോ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഞാനൊരു ഐബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോകുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. അത്യാവശ്യം നല്ല സാധനമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ കയ്യിലിരിക്കുന്ന ഐബ്രോ പാലറ്റ് ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാര്യം അതിൻ്റെ നെയിമൊക്കെ മാഞ്ഞു പോയി. ഒരുപാട് നാളായി ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല സാധനമാണെങ്കിൽ ഞാൻ ഉപയോഗിക്കും. ഇതിപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ഞാൻ വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ അങ്ങനെ എന്തോ ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലൊരു ഐബ്രോ പാലറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഫോണിൽ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് മിററിൽ നോക്കി ഞാൻ വരയ്ക്കുവാണേ. ഇത് ഇങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ആ കോമ്പ് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടിരിക്കും. മുമ്പൊക്കെ ഞാനിങ്ങനെ ഐബ്രോ പെൻസിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഇതുപോലുള്ള പാലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല. അടുത്തതായി ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുവാണ്. ഇത് മമ എർത്തിൻ്റെ ചെറി ലിപ് ബാമാണ് കേട്ടോ. നല്ലൊരു ലിപ് ബാമാണ്. ഇതും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ അടുത്തതായി നമ്മൾ കാജൽ യൂസ് ചെയ്യുകയാണേ. ഇത് വന്നിട്ട് ശ്രീധര്യത്തിൻ്റെ ബേബി കാജലാണ് കേട്ടോ. നല്ലൊരു കാജലാണ്. ഞാൻ ശ്രീധര്യത്തിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഐലൈനർ വരച്ച് കൊടുക്കാം. ഐലൈനർ മുകളിലും താഴെ ഒന്നും വരച്ച് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ കരി വരച്ച ഭാഗത്ത് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു വാല് പോലെ വരച്ച് കൊടുക്കുവാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരി ഒന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്പ്രെഡ് ചെയ്താലും വൃത്തികേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാല് പോലെ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നത്. അടുത്ത് നമുക്കൊരു പൊട്ട് കുത്താം. ഇത് ഞാൻ ഇപ്പോൾ ഈ ഇടയായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പൊട്ടാണ് കേട്ടോ. നല്ല ഒരു പൊട്ടാണ്. സ്റ്റാറിൻ്റെ ഷേപ്പുള്ളൊരു പൊട്ടാണ്. അത് കുത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ സ്ഥിരം കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഒരു ക്ലിപ്പ് എടുത്ത് മുടിയിൽ വെക്കും. ആ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ കെട്ടുന്നത്. അപ്പോൾ ഇതാ മുടിയൊക്കെ ചീകിയിട്ട് ഒരു ക്ലിപ്പ് കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചങ്ങ് കെട്ടും. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തല കെട്ട് നടക്കും. അതാണ് ഞാൻ ഇങ്ങനെ അങ്ങ് കെട്ടുന്നത്. തല കെട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കിയതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഫൈനലി ഒന്ന് ചീകി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എന്തോ ഒരു കുറവുണ്ടല്ലോ നോക്കിയപ്പോൾ കമ്മലിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ
കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കമ്മലടുക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇല്ലേ, ആ വീഡിയോയിലൊരു കമ്മൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, കോളേജിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചൊരു കമ്മൽ. അപ്പോൾ ആ കമ്മലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ജുമുക്കി കമ്മലാണ്. അങ്ങനെ ആ കമ്മലും ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു ചന്ദനക്കുറിയും കുങ്കുമവും കൂടെ തൊടാം. അതാകുമ്പോൾ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്കാവും. അപ്പോൾ ബ്ലഷോ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ലിപ് ബാമും മോയ്സ്ചറൈസറും സൺസ്ക്രീനും പൗഡറും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയായി കഴിഞ്ഞു. ഇതാ ഒരു ചന്ദനക്കുറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുങ്കുമവും കൂടെ തൊട്ട് കൊടുക്കുവാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫൗണ്ടേഷനോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.